ആകാശവാണി. നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ജില്ലകളിലൂടെ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന സ്ഥാനമുള്ള ജില്ലയാണ് മലപ്പുറം. സഹിഷ്ണുതയുടെയും മതസൗഹാർദ്ദത്തിന്റെയും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ മണ്ണ് വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുമ്പോൾ ചർച്ചയാകുന്നത് ഇവിടത്തെ ജനങ്ങളുടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളാണ്. അക്ഷരമുറ്റമായ തുഞ്ചൻ പറമ്പും ആയുർവേദത്തിന്റെ ആസ്ഥാനമായ കോട്ടയ്ക്കലും ഫുട്ബോളിനെ ജീവശ്വാസമായി കാണുന്ന ഗ്രാമവീഥികളും മലപ്പുറത്തിന്റെ മാത്രം സവിശേഷതകളാണ്. കേവലം വോട്ടുകൾക്കപ്പുറം നാടിന്റെ വികസനവും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളും ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് മലപ്പുറത്തിൻ്റേത്. വിദ്യാഭ്യാസ മേഖലയിലെ കുതിച്ചുചാട്ടവും പ്രവാസ ലോകം നൽകുന്ന കരുത്തും മലപ്പുറത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ 16 മണ്ഡലങ്ങളും സ്വീകരിക്കുന്ന നിലപാടുകൾ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് ഏറെ പ്രസക്തമാണ്. രാഷ്ട്രീയ ജയപരാജയങ്ങൾക്കപ്പുറം തങ്ങളുടെ തനിമ കാത്തുസൂക്ഷിച്ചുകൊണ്ട് വികസനത്തിന്റെ പുതിയ പാതകൾ തേടുകയാണ് മലപ്പുറത്തെ വോട്ടർമാർ. പ്രവാസ ലോകം പകർന്നു നൽകിയ സാമ്പത്തിക കരുത്തും വിദ്യാഭ്യാസ മേഖലയിലെ കുതിച്ചുചാട്ടവും മലപ്പുറത്തിന്റെ സാമൂഹിക ഭൂപടത്തെ അടിമുടി പരിഷ്കരിച്ചിട്ടുണ്ട്. ആധുനികതയെയും പാരമ്പര്യത്തെയും ഒരുപോലെ നെഞ്ചേറ്റുന്ന ഈ ജനത വികസന സ്വപ്നങ്ങളെ മുൻനിർത്തിയാണ് ഓരോ തിരഞ്ഞെടുപ്പിനെയും അഭിമുഖീകരിക്കുന്നത്. മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകകൾ കാത്തുസൂക്ഷിക്കുമ്പോൾ തന്നെ തങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യവും മലപ്പുറത്തെ വോട്ടർമാർക്കുണ്ട്. സംസ്ഥാനത്ത് തുടർ ഭരണത്തിനായി LDFും തിരിച്ചുവരവിനായി UDFും കളത്തിലിറങ്ങുമ്പോൾ മലപ്പുറം എങ്ങോട്ട് ചായുമെന്നത് നിർണായകമാണ്. സംസ്ഥാനത്ത് തുടർഭരണം ഉറപ്പിക്കാൻ നിലവിലെ 3 സീറ്റുകളെങ്കിലും നിലനിർത്തുകയാണ് LDFിന്റെ ലക്ഷ്യം. അതേസമയം ഐക്യമുന്നണിയെ ഭരണത്തിലേറ്റാൻ 16 സീറ്റുകളോടെ 100 മേനിയാണ് UDF ലക്ഷ്യമിടുന്നത്. ജില്ലയുടെ തീരദേശ മലയോര മേഖലയിൽ നിർണായക സ്വാധീനമുറപ്പിക്കാൻ NDAയും രംഗത്തുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും നിയമസഭാ മണ്ഡലങ്ങളും മലപ്പുറം ജില്ലയിലാണ്. 36,32,210 ആകെ വോട്ടർമാരുടെ എണ്ണം. ഇതിൽ 18,19,198 പേർ പുരുഷന്മാരും 18,12,974 പേർ സ്ത്രീകളും 38 വോട്ടർമാർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുമുള്ളവരാണ്. 16 നിയമസഭാ മണ്ഡലങ്ങളിലായി 95 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ജില്ലയിലെ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. 2021 കേരളത്തിൽ അതിശക്തമായ ഇടതുതരംഗം വീശിയപ്പോഴും മലപ്പുറത്ത് UDF വ്യക്തമായ മേൽക്കൈ നേടുകയുണ്ടായി. 16-ൽ 4 സംസ്ഥാന ഭരണം പിടിച്ച LDFന് ജയിക്കാനായത്. നിലമ്പൂർ, താനൂർ, തിരൂർ, തവനൂർ എന്നിവിടങ്ങളിലായിരുന്നു LDF ജയം. ഇതിൽ നിലമ്പൂരിൽ നിന്നും LDF സ്വതന്ത്രനായി വിജയിച്ച PV അൻവർ മുന്നണി വിട്ട് നിയമസഭാംഗത്വം രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് ആര്യടൻ ഷൗക്കത്തിലൂടെ UDF മണ്ഡലം പിടിച്ചെടുത്തു. അതോടെ ജില്ലയിൽ LDF പ്രാതിനിധ്യം 3 ചുരുങ്ങി. UDFിൽ മുസ്ലിം ലീഗിന് 11 കോൺഗ്രസിന് 2 MLAമാരാണ് നിലവിലുള്ളത്. പെരിന്തൽമണ്ണ, മങ്കട, വണ്ടൂർ, തിരൂർ എന്നീ 4 മണ്ഡലങ്ങൾ നിലവിൽ UDFിൻ്റെതാണെങ്കിലും സമീപകാലങ്ങളിൽ ഇവിടെ തങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് CPM നയിക്കുന്ന ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. തവനൂരിനും പൊന്നാനിക്കും താനൂരിനും പുറമെ ഈ 4 മണ്ഡലങ്ങളും ഉപതെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ട നിലമ്പൂരും വിജയിക്കാനായാൽ ജില്ലയിൽ കാര്യങ്ങൾ ബലാബലത്തിലെത്തിക്കാൻ കഴിയുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. നിലവിൽ കൈവശമുള്ള 13 സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം LDF വിജയിച്ച തവനൂർ, താനൂർ, പൊന്നാനി എന്നിവ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പ്. BJP നയിക്കുന്ന NDA മുന്നണി ജില്ലയിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അവരുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് തങ്ങളുടെ ജനകീയ അടിത്തറ വിപരീത സാഹചര്യങ്ങളെ അതിജീവിച്ചും വിപുലമാകുന്നതിന് തെളിവാണെന്ന് BJP നേതാക്കൾ പറയുന്നു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജില്ലയിൽ 65,546 സ്ത്രീ വോട്ടർമാരുടെ കുറവുണ്ട്. ജില്ലയിൽ ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായപ്പോഴാണ് സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിലുള്ള കുറവ് എന്നത് ശ്രദ്ധേയമാണ്.
2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും മലപ്പുറം ജില്ലയിൽ പുരുഷ വോട്ടർമാരെ അപേക്ഷിച്ച് സ്ത്രീ വോട്ടർമാരായിരുന്നു കൂടുതൽ. മലപ്പുറം ജില്ലയിൽ തിരൂർ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. 2,52,575 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. 1,99,217 വോട്ടർമാരുള്ള ഏറനാടാണ് ഏറ്റവും കുറവ്. പുതിയ പട്ടികയിൽ 1,07,290 കന്നി വോട്ടർമാരുണ്ട്. ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളതും മലപ്പുറത്താണ്, 39,501 പേർ. സംസ്ഥാന ഭരണം നേടുന്നതിൽ മുന്നണികൾക്ക് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ നിന്നുള്ള സംഭാവന വളരെ വലുതാണ്. വിശദാംശങ്ങളിലേക്ക്. UDF സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ LDFും സമ്പൂർണ്ണ വിജയം നേടാൻ UDFും കിണഞ്ഞു പരിശ്രമിക്കുന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുള്ളത്. പരമാവധി വോട്ട് പെട്ടിയിലാക്കി ശക്തി തെളിയിക്കാനാണ് BJPയുടെ നേതൃത്വത്തിൽ NDA ശ്രമിക്കുന്നത്. LDFിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് CPIM ആണ്. 4 സ്വതന്ത്രർ ഉൾപ്പെടെ 12 ഇടത്ത് CPIM മത്സരിക്കുന്നു. CPI മഞ്ചേരിയിൽ സ്വതന്ത്രനെ പരീക്ഷിക്കുന്നു. തിരുവങ്ങാടിയിൽ അധ്യാപകനും വാഗ്മിയുമായ അജിത് കുളാടിയും ഏറനാട്ട് ഷഫീറുമാണ് സ്ഥാനാർത്ഥികൾ. NCPക്കായി KT മുജീബ് LDF സ്ഥാനാർത്ഥിയെ മലപ്പുറത്ത് PK കുഞ്ഞാലി കുട്ടി എതിരിടുന്നു. UDFിൽ 12 സീറ്റുകൾ മുസ്ലിം ലീഗും 4 ഇടത്ത് കോൺഗ്രസും മത്സരിക്കുന്നു. NDAക്ക് വേണ്ടി BJP 12 ഇടത്തും BDJS 3 ഇടത്തും JSS 1 ഇടത്തും മത്സരിക്കുന്നു. SDPI 8 ഇടത്തും AAPI 6 സ്ഥലങ്ങളിലും BSP 2 സീറ്റിലും ജില്ലയിൽ മത്സരിക്കുന്നുണ്ട്. ിൽ വേങ്ങരയിൽ വിജയിച്ച മുസ്ലിം ലീഗ് നേതാവ് ഇത്തവണ മലപ്പുറത്തേക്ക് മാറിയപ്പോൾ മന്ത്രി V അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് പോരാട്ടം തിരൂരിലേക്ക് മാറ്റി. വേങ്ങരയിൽ KM ഷാജിയെയാണ് ലീഗ് കളത്തിലിറക്കിയിരിക്കുന്നത്. താനൂരിൽ T മുഹമ്മദ് സമീർ എന്ന സ്വതന്ത്രനാണ് അബ്ദുറഹ്മാന് പകരമായി എത്തിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ വോട്ടർ പട്ടിക, പോളിംഗ് സ്റ്റേഷനുകൾ, ഉദ്യോഗസ്ഥരുടെ വിന്യാസം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ പൂർത്തിയായിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയിലാകെ 3682 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. 80 വനിതാ സൗഹൃദ ബൂത്തുകളും 48 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. 3 ബൂത്തുകൾ ഭിന്നശേഷിക്കാരാണ് നിയന്ത്രിക്കുക. 15 ഇടങ്ങളിലായി 43 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങൾ തടയാൻ വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ മണ്ഡലത്തിലും 9 വീതം ആകെ 144 ഫ്ലൈയിംഗ് സ്ക്വാഡുകളും 144 സ്റ്റാറ്റിക് സർവേലൻസ് സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. 32 ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളും ജില്ലയിലുണ്ട്. ഇത് കൂടാതെ 6 പൊതുനിരീക്ഷകരും 4 ചെലവ് നിരീക്ഷകരും 1 പോലീസ് നിരീക്ഷകനും ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സുരക്ഷയ്ക്കായി BSFന്റെ 2 കമ്പനികളെ നിലവിൽ ജില്ലയിൽ വിന്യസിച്ചിട്ടുണ്ട്. 7 കമ്പനികൾ കൂടി ഉടൻ എത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. 4603 വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും വോട്ടെടുപ്പിനായി സജ്ജമാണ്. ഇവയുടെ പ്രാഥമിക പരിശോധന പൂർത്തിയായി. 4971 VVPATകളും തയ്യാറായിട്ടുണ്ട്. 13 ഇടങ്ങളിലായി 16 വിതരണ സ്വീകരണ കേന്ദ്രങ്ങളും 7 ഇടങ്ങളിലായി 16 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നമ്മുടെ അസംബ്ലി ഇലക്ഷൻ 2026 സംബന്ധിച്ച് മലപ്പുറം ജില്ലയിൽ എല്ലാ പ്രിപ്പറേഷൻസ് ഇപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ പോളിംഗ് പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എണ്ണം 3682 ആയിരുന്നു. അതിൻ്റെ പകരം 7 ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻസും കൂടി അതിൻ്റെ അപ്രൂവൽ നമുക്ക് കിട്ടിയതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വഴി. സോ ടോട്ടൽ നമ്പർ ഓഫ് പോളിംഗ് ബൂത്ത് നമ്മുടെ ജില്ലയിൽ 3687 ആണ്. നമ്മുടെ ഈ പോളിംഗ് ബൂത്തിൻ്റെ വൾനറബിലിറ്റി മാപ്പിംഗ് ഒരു എക്സസൈസ് ഉണ്ട്. അത് നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് കഴിച്ചു. അത് 15 ലൊക്കേഷൻസ് ആണ് നമ്മുടെ വൾനറബിൾ ഏരിയാസ്. 43 പോളിംഗ് ബൂത്ത് നമുക്ക് ക്രിട്ടിക്കൽ പോളിംഗ് ബൂത്ത് ആ രീതിയിൽ സ്ഥാപിച്ചു. അതിൽ നമുക്ക് എക്സ്ട്രാ സെക്യൂരിറ്റി ഡിപ്ലോയ്മെൻറ്റും നമ്മുടെ CAPFൻ്റെ ജവാനൊക്കെ ഇവിടെ നമുക്ക് സ്റ്റേഷൻ ചെയ്യാം. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. ട്രെയിനിങ് സമയത്ത് ഒരു സെപ്പറേറ്റ് ഹാൾ വെച്ചിട്ട് അവിടെ മോക്ക് പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. 100 പോൾ വെച്ചിട്ട് ഒരു മോക്ക് പോൾ സർട്ടിഫിക്കറ്റും നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്യേണ്ടി വരും. സോ ആ രീതിയിൽ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കാര്യം നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഹോം വോട്ടിംഗ് സംബന്ധിച്ചാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏകദേശം ജില്ലയിൽ 18,294 ആൾക്കാരാണ് നമുക്ക് ഹോം വോട്ടിംഗ് ഓപ്റ്റ് ചെയ്തു. ഈ 2 കാറ്റഗറീസിലാണ് നമുക്ക് ഹോം വോട്ടിംഗ്. 85 മുകളിലുള്ള നമുക്ക് സീനിയർ സിറ്റിസൺസ് ആൻഡ് പേഴ്സൺ വിത്ത് ഫിസിക്കൽ ഡിസേബിലിറ്റി. നമ്മുടെ ലോ ആൻഡ് ഓർഡർ MCC എക്സ്പെൻഡിച്ചർ മോണിറ്ററിങ് സംബന്ധിച്ച് ജില്ലയിൽ എല്ലാ കാര്യം നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ 144 ഫ്ലൈയിങ് സ്ക്വാഡ്സ് ആണ് നിലവിൽ ഇപ്പോൾ ആക്റ്റീവാണ്. 144 സ്റ്റാറ്റിക് സർവേലൻസ് ടീം ഇപ്പോൾ ആക്റ്റീവാണ്.
32 ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ്സ് ആക്റ്റീവാണ്, 32 വീഡിയോ സർവേലൻസ് ടീം ആക്റ്റീവാണ്, 16 വീഡിയോ വ്യൂയിങ് ടീം, ഒരു ടീം ഒരു മണ്ഡലത്തിൽ. ആ രീതിയിൽ ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുഖേന ഇതിൻ്റെ നന്നായിട്ട് കോർഡിനേഷൻ ഉണ്ട്. മീഡിയ സർട്ടിഫിക്കേഷൻ മോണിറ്ററിംഗ് കമ്മിറ്റി ഇപ്പോൾ 24/7 വർക്ക് ചെയ്യുന്നുണ്ട്. വികസനവും രാഷ്ട്രീയവും ഒരുപോലെ ചർച്ചയാകുന്ന മലപ്പുറം ജില്ലയിൽ പോരാട്ടം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രവാസക്കരുത്തും വിദ്യാഭ്യാസ ഉണർവും കൈമുതലായുള്ള ഒരു ജനത തങ്ങളുടെ ഭാവി തീരുമാനിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മുന്നണികൾ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ വോട്ടും നിർണായകമാകുന്നത് ജില്ലയുടെയും ഒപ്പം കേരളത്തിന്റെയും രാഷ്ട്രീയ ഭാവിക്കാണ്. രാഷ്ട്രീയ കണക്കുകൾക്കപ്പുറം നാടിന്റെ പുരോഗതിക്കും ഐക്യത്തിനും മുൻഗണന നൽകുന്ന മലപ്പുറത്തെ പ്രബുദ്ധരായ വോട്ടർമാർ ഏപ്രിൽ 9 വിധി എഴുതുന്നതോടെ കേരള രാഷ്ട്രീയത്തിന്റെ ചിത്രം കൂടുതൽ വ്യക്തമാകും. നിങ്ങൾ കേട്ടത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് ബാബു, സുധിൻ സൈനുദ്ദീൻ.